ഇത് റൂബീസും സഫയേഴ്സും എമറാൾഡും ഒക്കെ വെച്ചുണ്ടാക്കിയേക്കുന്ന ഒരു പ്രഷ്യസ് ജെംസ്റ്റോൺ നെക്ലേസ് ആണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലൂ സഫയർ ഉണ്ട്, യെല്ലോ സഫയർ ഉണ്ട്, എമറാൾഡ് ഉണ്ട്, റൂബി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ബ്ലൂ കളർ സ്റ്റോൺസ് കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ അകത്ത് എമറാൾഡ്, പിന്നെ യെല്ലോ സഫയർ, പിന്നെ റെഡ് റൂബി, ഇത് മൂന്നുമാണ് ഉള്ളതെന്നാണ്. ഗ്രീൻ കളറിൽ കാണുന്നതാണ് എമറാൾഡ്. പ്രഷ്യസ് സ്റ്റോൺസിലെ മെയിൻ 3 സ്റ്റോൺസ് ആണ് ഈ റൂബിയും സഫയറും എമറാൾഡും. അതുകൊണ്ട് തന്നെ ഈ മൂന്നിനെയും ബിഗ് 3 ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടും റെയർ ആയതുകൊണ്ടും പിന്നെ ഇതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും ഉള്ളതുകൊണ്ടാണ് ഇത് ബിഗ് 3യിലേക്ക് വരുന്നത്. ഇത് മൂന്നുമാണ് ബിഗ് 3 എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത് ഡയമണ്ടിൻ്റെ സ്ഥാനം എവിടെയാണെന്നാണ്. ഈ ബിഗ് 3 ഡിസ്റ്റിങ്ഷൻ ഒറിജിനേറ്റ് ചെയ്ത് തന്നെ 20ാം സെഞ്ച്വറിക്ക് മുന്നെയാണ്. അപ്പോഴേക്കും തന്നെ ഡയമണ്ടിന് ഒരു യുണീക്ക് വാല്യൂവും ഒരു യുണീക്ക് മാർക്കറ്റ് ഡ്രിവൺ പെർഫോമൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബിഗ് 3യുടെ മുകളിലായിട്ട് വരും ഡയമണ്ടിൻ്റെ സ്ഥാനം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എർത്തിൽ ഹ്യൂമൻസ് കണ്ടുപിടിച്ചേക്കുന്നതിൽ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഡയമണ്ടാണ്. അതായത് 10 MOHs ഹാർഡ്നെസ് ആണ് ഡയമണ്ടിനുള്ളത്. റൂബീസും സഫേഴ്സും ആണെങ്കിൽ തൊട്ട് പുറകെ തന്നെയുണ്ട് വിത്ത് 9 MOHs ഹാർഡ്നെസ്. അതുപോലെ തന്നെ എമറാൾഡ്സ് കുറച്ചും കൂടെ സോഫ്റ്റർ ആണ്, അതായത് 7.5 to 8 MOHs ഹാർഡ്നെസ്സേ ഉള്ളൂ. എന്താണേലും ഫൈൻ ക്വാളിറ്റി റൂബീസും സഫേഴ്സും എമറാൾഡ്സും ആക്ച്വലി ഡയമണ്ട്സിനേക്കാളും റെയറാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഹൈ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, പിന്നെ ഒരു എക്സ്ക്ലൂസീവ്നെസ്സും ഉണ്ട്. ഈ ബിഗ് 3യുടെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. 4 C's എന്നാണ് ഇതിന് പറയുന്നത്. അതായത് കളർ, ക്ലാരിറ്റി, കട്ട് ആൻഡ് ക്യാരറ്റ് വെയിറ്റ്. ഇതിൻ്റെ അകത്ത് റൂബീസ് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് പാഷൻ, ലവ് ആൻഡ് വൈറ്റാലിറ്റി ആണ്. അതുപോലെ തന്നെ റൂബീസ് ജെംസ്റ്റോണിൻ്റെ തന്നെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു സ്റ്റോണാണ്. ഏൻഷ്യൻ കൾച്ചേഴ്സിലാണെങ്കിൽ ഇതിൻ്റെ ഒരു റെഡ് കളർ കാരണം, ഒരു ബ്ലഡ് റെഡ് കളർ കാരണം ഇതിൻ്റെ അകത്ത് ലൈഫിൻ്റെ ഒരു എസൻസ് ഉണ്ടെന്നാണ് വിശ്വസിച്ചിരുന്നത്. റൂബീസ് ആണെങ്കിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മിയാൻമാർ, മൊസാംബിക്, ശ്രീലങ്ക, തായ്ലാൻഡ് എന്നീ ഏരിയാസിലാണ്. ഇനി എമറാൾഡ്സ് ആകട്ടെ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിഡ് ഗ്രീൻ ഹ്യൂ ആണ്. അതുപോലെ തന്നെ സിംബിളൈസ് ചെയ്യുന്നത് റീബർത്ത്, ഫെർട്ടിലിറ്റി ആൻഡ് റിന്യൂവൽ ആണ്. ക്ലിയോപാട്ര ഉൾപ്പെടെയുള്ള ഏൻഷ്യൻ ഈജിപ്ഷ്യൻസിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഈ ജെംസ്റ്റോൺ അറിയപ്പെടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൊളംബിയ, സാംബിയ ആൻഡ് ബ്രസീലാണ്. സഫയേഴ്സ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് അതിൻ്റെ റോയൽ ബ്ലൂ കളറിനാണ്. സഫയേഴ്സ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് വിസ്ഡം, ലോയൽറ്റി ആൻഡ് ഡിവൈൻ ഫേവർ. ഇത് കൂടുതലായും റിലീജിയസ് ആയിട്ടുള്ള റോയൽ ആയിട്ടുള്ള ആർട്ടിഫാക്ട്സ് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ്. പിന്നെ ഇത് രാജാവിൻ്റെ കിരീടത്തിലും റോബ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. സഫയേഴ്സ് കൂടുതലായി കണ്ടുവരുന്നത് കാശ്മീർ, ശ്രീലങ്ക, മഡഗാസ്കറിലൊക്കെയാണ്. റൂബിയും സഫയറും പേര് ഡിഫറെൻ്റ് ആണെങ്കിലും ആക്ച്വലി ഇത് സെയിം സാധനം തന്നെയാണ്. റൂബി റെഡ് ആണ്, സഫയർ മറ്റു അതർ കളേഴ്സ് ആണെന്നുള്ളതാണ്. കാരണം ഇത് കൊറണ്ട മിനറൽ ആണ് ബേസിക്കലി. എമറാൾഡ് ആണെങ്കിൽ ബെറിൽ വെറൈറ്റി ആണ്. ബേർസ്റ്റോൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ എമറാൾഡ് മെയ്, റൂബി ജൂലൈ, പിന്നെ സഫയർ സെപ്റ്റംബർ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.